എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. +2 ബിസിനസ് സ്റ്റഡീസിലെ വളരെ പ്രാധാന്യമറിയിക്കുന്ന മറ്റൊരു ടോപ്പിക്ക് മോഡേൺ ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ്. അപ്പോൾ A+ വിൻഡേഴ്സിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക. അല്പം വലിയൊരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സമയമേറെ വരുന്ന ഒരു ടോപ്പിക്കാണ്, എന്നാൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കൂട്ടുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതിനകത്ത് 6 പ്രധാനപ്പെട്ട സബ് ഹെഡുകളുണ്ട്. ഈ 6 സബ് ഹെഡുകളും 6 സബ് ഹെഡുകളായി തന്നെ കൂടുതൽ പഠനത്തിന് നിങ്ങൾ വിധേയമാക്കണം. പല വീഡിയോകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടത് ഈ ചാനൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ കൃത്യമായി മനസ്സിലാകുന്നതിന് വേണ്ടി ആ വീഡിയോകൾ കാണണമെന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആവശ്യപ്പെടുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് ആണ്. അതിനകത്ത് ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്, മോഡേൺ ടെക്നിക്സ് ഉണ്ട്. പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതികളുണ്ട്, ആധുനിക തന്ത്രങ്ങളുമുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആധുനിക തന്ത്രങ്ങൾ മാത്രമാണ്. അപ്പം ആധുനിക തന്ത്രങ്ങൾ പ്രധാനമായും 6 എണ്ണമാണ് ഉള്ളത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, PERT ആൻഡ് CPM ആൻഡ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിനകത്ത് ആദ്യത്തേതായ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ നിസ്സാരമായിട്ടുള്ള, ഉള്ളതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. ഈ 6 എണ്ണത്തിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വാക്ക് കേട്ടാൽ തന്നെ അറിയാം. എന്താണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പണം, ആ പണത്തിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ അതിൻ്റെ ലാഭം അത് മനസ്സിലാക്കിയെടുക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ യാർഡ്സ്റ്റിക് ഫോർ മെഷറിംഗ് ദ എഫിഷ്യൻസി ഓഫ് എ ബിസിനസ് ടു ഏൺ റീസണബിൾ എമൗണ്ട് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് യഥാർത്ഥമായ പ്രതിഫലം കിട്ടണം. അതെത്രയുണ്ട്, അത് റീസണബിൾ ആണോ അല്ലയോ എന്ന്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓർ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ ഇറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അതെങ്ങനെ കൂട്ടാം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നതനുസരിച്ച് മാത്രമേ നമ്മുടെ സ്ഥാപനം വളർച്ചയാവുന്നുള്ളൂ, അല്ലെങ്കിൽ കൺട്രോളിങ് കറക്റ്റ് ആവുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇവിടെ എവിടെയോ ഡീവിയേഷൻ ഉണ്ടായതുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായ റിട്ടേൺ കിട്ടുന്നുണ്ടോ. നമ്മൾ മുതൽ മുടക്കിയാൽ അതിന് ലാഭം കിട്ടണം. അങ്ങനെ ലാഭം കിട്ടാതെ വരികയാണെങ്കിൽ അതിനെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയും അതിനെ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺട്രോൾ. രണ്ടാമത്തേത് എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. എ റേഷ്യോ ഈസ് ആൻ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഫിഗേഴ്സ്. 2 ഫിഗറുകൾ തമ്മിലുള്ള ഒരു അനാലിസിസ് ആണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം 3:2, 5:4 എന്നൊക്കെ പറയുന്ന റേഷ്യോ വെച്ച് തന്നെ അരിത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുകയാണ്. റേഷ്യോ അനാലിസിസ് റെഫേഴ്സ് ടു അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ത്രൂ കമ്പ്യൂട്ടേഷൻ ഓഫ് റേഷ്യോസ്. പല റേഷ്യോകൾ കണ്ടെത്തി ആ റേഷ്യോ അനാലിസിസ് ചെയ്യുകയാണ്. പല റേഷ്യോകൾ. ആ റേഷ്യോ കോമൺലി യൂസ് അക്കൗണ്ടിംഗ് റേഷ്യോസ് ആർ ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ ഓർ ആക്ടിവിറ്റി റേഷ്യോ. ഇങ്ങനെ 4 റേഷ്യോകളാണ് പ്രധാനമായിട്ട് ഉള്ളത്. എന്തൊക്കെയാണെന്ന് അതിലേക്ക് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. Liquidity ratio are calculated to determine short-term solvency of the business, that is, ability to meet short-term obligation. താൽക്കാലികമായി പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങളെ നിറവേറ്റുവാൻ തക്കവണ്ണം കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തുള്ള റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ഷോർട്ട് ടേം സോൾവൻസി, പെട്ടെന്ന് ആവശ്യം വരുന്നു, പെട്ടെന്ന് ക്യാഷ് ആവണം, പെട്ടെന്ന് നമ്മുടെ ഒരു ഡെപ്റ്റനസ് കൊടുക്കണം, അങ്ങനെ വരുമ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ. സോൾവൻസി റേഷ്യോ നേരെ തിരിച്ചാണ്. ഇത് ഷോർട്ട് ടേം ആയിരുന്നു ലിക്വിഡിറ്റി എങ്കിൽ സോൾവൻസി ലോങ് ടേം സോൾവൻസിയാണ്. റേഷ്യോ വിച്ച് ആർ കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമിൻ ദ ലോങ് ടേം സോൾവൻസി ഓഫ് ബിസിനസ് നോൺ ആസ് സോൾവൻസി റേഷ്യോ. ലോങ് ടേം സോൾവൻസി എന്ന് മാത്രം. ആൻഡ് തേർഡ് വൺ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. കൂട്ടുകാർ അത് ഒന്ന് വായിച്ചാൽ നല്ലതാണ്. ആ വായിക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്നത് എന്ന് പറഞ്ഞു വരുമ്പം ഇത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ദീസ് റേഷ്യോ ആർ കാൽക്കുലേറ്റ് ടു അനലൈസ് ദ പ്രോഫിറ്റബിലിറ്റി ഇൻ റിലേഷൻ ടു സെയിൽസ് ഓർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ബിസിനസ്. നമ്മൾ നേരത്തെ പഠിച്ച റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ സെയിൽസിനനുസരിച്ച് പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ, ക്യാപിറ്റലിനനുസരിച്ച് പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നുണ്ടോ. ഇത്ര സെയിൽസ് ആണെങ്കിൽ ഇത്ര രൂപ ലാഭം കിട്ടണം, ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര രൂപ ലാഭം കിട്ടണം എന്ന് പറയുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ആൻഡ് ടേൺ ഓവർ റേഷ്യോ ഓർ ആക്ടിവിറ്റി റേഷ്യോ. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമിൻ ദ എഫിഷ്യൻസി ഓഫ് operation based on effective utilization of resources.
എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള റിട്ടേൺ ഉണ്ടോ? നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരുണ്ട്, പക്ഷേ റിസൾട്ട് വരുമ്പോൾ അത്രയും റിസൾട്ട് വരുന്നില്ല. അതാണ് ഇവിടെ നോക്കുന്നത്, ടേൺ ഓവർ റേഷ്യോ ഓർ ആക്ടിവിറ്റി റേഷ്യോ. ഇത്രമാത്രം റിസോഴ്സ് ഇവിടെ ഉപയോഗിക്കുന്നെങ്കിൽ അതിന് തത്തുല്യമായിട്ട് ലാഭം വേണം, അല്ലെങ്കിൽ ഈ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് അർത്ഥം. അതിൻ്റെ എക്സാമ്പിളും താഴെ കൊടുത്തിട്ടുണ്ട്. 3-4 എണ്ണത്തിൻ്റെയും എക്സാമ്പിൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കൂട്ടുകാർ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതിയെടുത്താൽ ഉചിതമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ, റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങോട്ട് പറയുന്ന അവസാനത്തെ 5 എണ്ണവും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. It is a system of accounting in which different sections, department, divisions in an organization are taken as responsibility center. Responsibility centers ആയിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിനെ, പല ഡിവിഷൻസിനെ ഉണ്ടാക്കിയെടുക്കും, സെഷൻസിനെ ഉണ്ടാക്കിയെടുക്കും. The person in charge of a center is responsible for achieving the target fixed. അതിൻ്റെ മണ്ടയ്ക്ക് ഓരോരുത്തർക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് കൊടുക്കുന്നു. ആ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിൻ്റെ മണ്ടയ്ക്ക് ഓരോ വ്യക്തിക്ക് ചുമതല കൊടുക്കുന്നു. ആ വ്യക്തി ഇതിന് ഉത്തരവാദിയാണ്. എന്താണോ സംഭവിക്കാൻ പോകുന്നത്, എന്താണോ സംഭവിക്കുന്നത്, അതിന് ആ വ്യക്തി ഉത്തരവാദിയാണ് എന്നർത്ഥം. ഇനിയും ഏതൊക്കെ സെൻറ്റേഴ്സാണോ ഉള്ളത്? മെയിൻലി 4 എണ്ണമാണുള്ളത്. ഇതിൽ കൂടുതൽ ഉണ്ടായിക്കൂടാന്ന് അർത്ഥമൊന്നുമില്ല. റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് മെയിൻലി കോസ്റ്റ് സെൻറ്റർ ഓർ എക്സ്പെൻസ് സെൻറ്റർ, റവന്യൂ സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. ഇത്രയാണ് അതിന് പ്രധാനമായിട്ടുള്ള സെൻറ്റേഴ്സ്. എന്നാൽ അതിനെ കുറച്ചുകൂടെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ പഠിക്കാൻ വേണ്ടി കുറച്ചുകൂടി കോസ്റ്റ് സെൻറ്റർ ഓർ എക്സ്പെൻസ് സെൻറ്റർ. കോസ്റ്റ് സെൻറ്റർ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ വിച്ച് മാനേജേഴ്സ് ആർ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ കോസ്റ്റ് ഇൻകേർഡ്. എത്ര രൂപ ചിലവ് വരുന്നോ ആ ചെലവിനെക്കുറിച്ച് ബോധ്യം ഒരാൾക്കുണ്ടായിരിക്കണം. ആ സെൻറ്ററാണ് അതിൻ്റെ എക്സ്പെൻസ് എത്ര എന്ന്, അല്ലെങ്കിൽ കോസ്റ്റ് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നൊക്കെയുള്ള പഠനം നടത്തേണ്ടത്, കൃത്യമായി മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതിന് ഉത്തരവാദി ആ പറയുന്ന കോസ്റ്റ് സെൻറ്ററിൻ്റെ മാനേജരായിരിക്കും. അയാൾക്ക് മനസ്സിലായിരിക്കണം ചെയ്യുന്ന ഓരോ എക്സ്പെൻസും എത്രയാണ്, ഓരോ കോസ്റ്റും എങ്ങനെ വന്നു എന്നെല്ലാം അദ്ദേഹം മനസ്സിലാക്കണം. രണ്ടാമത്തേത് റവന്യൂ സെൻറ്റർ. റവന്യൂ സെൻറ്റർ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ഈസ് പ്രൈമറി റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് റവന്യൂ. റവന്യൂ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ച്, റവന്യൂ എങ്ങനെ വന്നു എന്നും, റവന്യൂ എന്തുകൊണ്ട് കുറഞ്ഞു എന്നും, റവന്യൂ എന്തുകൊണ്ട് കൂടിയെന്നും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ബോധ്യം ഉണ്ടായിരിക്കേണ്ട സെൻറ്ററാണ് റവന്യൂ സെൻറ്റർ. ഇവിടെയും ഒരു മാനേജറുണ്ട്. ആ മാനേജർ അതിൻ്റേതായ രീതിയിൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും റവന്യൂ എങ്ങനെ ഉണ്ടായി എന്ന്, അല്ലെങ്കിൽ എങ്ങനെ കുറഞ്ഞു എന്നും കൂടുതലുണ്ടായെന്നും അദ്ദേഹം ആൻസറബിൾ ആണ്. ആൻഡ് തേർഡ് വൺ, ദാറ്റ് ഈസ് പ്രോഫിറ്റ് സെൻറ്റർ. A profit center is a segment of an organization whose manager is responsible for both revenue and cost. റവന്യൂവിൻ്റെയും കോസ്റ്റിൻ്റെയും നമ്മൾ പഠിച്ചു. മേളിൽ 2 സെൻറ്ററിനെ കുറിച്ച് പഠിച്ചു, കോസ്റ്റ് സെൻറ്ററും റവന്യൂ സെൻറ്ററും പഠിച്ചു. അപ്പം കോസ്റ്റ് സെൻറ്ററിലെയും റവന്യൂ സെൻറ്ററിലെയും കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഈ പറയുന്ന പ്രോഫിറ്റ് സെൻറ്ററിലുണ്ടാവും. ഇയാൾ ഇതെല്ലാം കൂടെ സമപ്പ് ചെയ്യണം. കൃത്യമായി ഇത് രണ്ടോടെ സമപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ട് പ്രോഫിറ്റ് കൂടി, എന്തുകൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞു, മറ്റേ രണ്ടും എന്തുകൊണ്ട് എക്സ്പെൻസ് ഉണ്ടായി, എന്തുകൊണ്ട് ഇൻകം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്തുകൊണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് എന്ന്. അപ്പം ഈ പ്രോഫിറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് വളരെ കൃത്യമായി പ്രോഫിറ്റ് സെൻറ്റർ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് investment center. The center is not only responsible for profit but for investment made in terms of asset. ഈ സെൻറ്റർ ആണ് എന്തുകൊണ്ട് ഒരു പുതിയ അസറ്റ് ഉണ്ടാക്കിയെടുത്തു, എന്തുകൊണ്ട് ഒരു പുതിയ അസറ്റ് മേടിച്ചു, എന്തുകൊണ്ട് ഈ അസറ്റ് വാങ്ങിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് വാങ്ങണം എന്നുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം ഡിസിഷൻ എടുക്കേണ്ടത് ഈ പറയുന്ന സെൻറ്ററാണ്. The investment is separately calculated and return on investment is taken as the basis for judging the performance of the center. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നിന്ന് എന്തോ റിട്ടേൺ കിട്ടും. ആ റിട്ടേൺ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് കറക്റ്റ് ആണോ, കൂടുതലാണോ കുറവാണോ, അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടായോ, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിലാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററാണ് അതിൻ്റെ റെസ്പോൺസിബിൾ. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആണ്. ചില സെൻറ്ററുകൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കും. ആ റെസ്പോൺസിബിലിറ്റിയെ ആശ്രയിച്ചുകൊണ്ട്, ആ റെസ്പോൺസിബിലിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ടാണ്
കൺട്രോളിംഗ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഇനിയും അടുത്ത ടോപ്പിക്കിലേക്ക്, അത് മാനേജ്മെന്റ് ഓഡിറ്റ്. മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് കൂട്ടുകാർക്കെല്ലാം മനസ്സിലാവും, മാനേജ്മെന്റിനെ ഓഡിറ്റ് ചെയ്യുകയാണ്. മാനേജ്മെന്റ് ഓഡിറ്റ് റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് അപ്രൈസൽ ഓഫ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ മാനേജ്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന് മാനേജ്മെന്റ് ഉണ്ട്, ആ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയാണ്. ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിനെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ഇപ്പോൾ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, എന്തെല്ലാം പെർഫോമൻസ് ചെയ്യണം എന്ന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ദ പർപ്പസ് ഈസ് ടു റിവ്യൂ ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇംപ്രൂവ് ഇറ്റ്സ് പെർഫോമൻസ് ഇൻ ഫ്യൂച്ചർ പീരിയഡ്. ഞാൻ പറഞ്ഞു, എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്നത് എങ്ങനെയുണ്ട്, അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്താണ്, അതിൻ്റെ എഫിഷ്യൻസി എന്താണ്, ഭാവിയിൽ അതെങ്ങനെ കൂടുതൽ പെർഫോം ചെയ്യണം. ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈങ് ദ ഡെഫിഷ്യൻസീസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദ മാനേജ്മെന്റ് ഫംഗ്ഷൻ. എന്തെല്ലാം കുറവുകളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കത്തക്ക രീതി. ദസ് മാനേജ്മെന്റ് ഓഡിറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ഇവാലുവേഷൻ ഓഫ് ദ ഫംഗ്ഷനിങ്, പെർഫോമൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. മാനേജ്മെന്റിന്റെ ഫംഗ്ഷനിങ്ങും പെർഫോമൻസ് എഫക്റ്റീവ്നെസ്സും ഒക്കെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യലാണ് മാനേജ്മെന്റ് ഓഡിറ്റിന്റെ പ്രത്യേകത. ഇതിന് പ്രത്യേകിച്ച് സ്റ്റെപ്സ് ഇല്ല, പകരം ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ഇത് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞ് തന്നെ ഒരു ടോപ്പിക്കിന് സാധ്യതയുണ്ട്. അപ്പം മോഡേൺ ടെക്നിക്സിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ് എങ്കിൽ കൂട്ടുകാർക്ക് എളുപ്പം എഴുതാൻ പറ്റുന്ന ഒരെണ്ണമാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും മാനേജ്മെന്റ് ഓഡിറ്റും. മറ്റേതെല്ലാം അതിൻ്റെതായ സ്റ്റെപ്സുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. ഇനി ഇതിനകത്ത് നോക്കിയേക്കാം. It helps locate present and potential deficiency in the performance of the management function. മാനേജ്മെന്റ് ഫംഗ്ഷനിലെ കുറവുകൾ എവിടെയാണ്, കുറ്റങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എവിടെയാണ് വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് സജസ്റ്റ് ദ വേസ് ആൻഡ് മീൻസ് ഓഫ് ഇൻക്രീസിംഗ് മാനേജൽ എഫിഷ്യൻസി. എന്തെല്ലാം ചെയ്താൽ ഇത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്ന് പറയും. ഇറ്റ് ഇംപ്രൂവ്സ് ദ കോർഡിനേഷൻ ഇൻ ദ ഫംഗ്ഷനിങ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് സോ ദാറ്റ് ദേ വർക്ക് ടുഗദർ എഫക്റ്റീവ്ലി ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം, എന്തെല്ലാം കോർഡിനേറ്റ് ചെയ്താൽ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള രീതി. ഇറ്റ് എൻഷുവേഴ്സ് അപ്ഡേറ്റിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് മാനേജൽ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് ഇൻ ദ ലൈറ്റ് ഓഫ് എൻവയോൺമെന്റൽ ചേഞ്ചസ്. പുറം ലോകത്ത് നടക്കുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും അവബോധം ഉണ്ടാക്കിയെടുത്തിട്ട് മാനേജ്മെന്റിനെ അങ്ങനെയുള്ള ചേഞ്ചസിലേക്ക്, അവരുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന പോളിസികളിലും സ്ട്രാറ്റജീസിലും വരുത്താവുന്ന ചേഞ്ചുകളെക്കുറിച്ച് പറയും. കണ്ടക്ടിങ് ദിസ് കൈൻഡ് ഓഫ് ഓഡിറ്റ് മേ ക്രിയേറ്റ് പ്രോബ്ലം ആസ് ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് ഫോർ ഇറ്റ്. ഇങ്ങനെയുള്ള ഓഡിറ്റുകൾ നടത്തുമ്പോൾ അതിന് പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാത്തടത്തോളം കാലം പല പ്രശ്നങ്ങളുണ്ടാവും. എക്സിസ്റ്റിംഗ് അവർ പറയും ഞങ്ങൾ ചെയ്യുന്നത് ശരിയെന്ന് പറയും, പുതിയവർ ഓഡിറ്റ് ചെയ്തിട്ട് അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നവർ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയും. അപ്പോൾ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടാവും. തന്നെയല്ല, ഓൾസോ മാനേജ്മെന്റ് ഓഡിറ്റ് ഈസ് നോട്ട് കമ്പൽസറി അണ്ടർ ദ ലോ. നിയമപരമായ അങ്ങനെ കമ്പൽസറി ഓഡിറ്റ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമില്ല. അത് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു പ്രവർത്തനം മാത്രമായിട്ടാണ് അതിനെ കാണേണ്ടത്. ഇനി അടുത്ത് നമ്മൾ PERT ആൻഡ് CPM. ഇത് ഞാൻ വളരെ കൃത്യമായി കൂട്ടുകാരോട് പറയുന്നു. ഗൂഗിൾ കൂടുതലായി ചെയ്ത് വളരെ കൂടുതലായിട്ട് പഠിക്കണം. ഭാവിയിൽ നിങ്ങളുടെ BCom-നകത്തായിരുന്നാലും B.Ed പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായാലും അതിനകത്തെല്ലാം ഇത് കൂടുതലായിട്ടുണ്ട്. PERT ആൻഡ് CPM, നെറ്റ്വർക്ക് ടെക്നിക്സ് എന്നാണ് അതിനെ കോമൺ ആയിട്ട് പറയുന്നത്. പക്ഷേ PERT ഓർ CPM എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതലായിട്ട് ഭാവിയിൽ പഠിക്കുമ്പോൾ കേൾക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് എല്ലാ സ്ഥലങ്ങളിലും സോഷ്യൽ അനാലിസിസിലായാലും എല്ലാത്തിനകത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. കൂട്ടുകാർ അത് മനസ്സിലാക്കിയെടുക്കുകയും വേണം. PERT എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. ഇത് ഷോർട്ട് ഫോമിലായിട്ട് ചോദിക്കും, 1 വേർഡിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. PERTൻ്റെ ഫുൾ ഫോം, CPMൻ്റെ ഫുൾ ഫോം. ഇത് ഷോർട്ട് ഫോം ആണ്. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആർ ഇമ്പോർട്ടൻറ്റ് നെറ്റ്വർക്ക് ടെക്നിക്സ് യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാൻ ചെയ്യുമ്പോഴും കൺട്രോൾ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 2 ടെക്നിക്കുകളാണ്, നെറ്റ്വർക്ക് ടെക്നിക്സ് ആണ് ഇത്. ദിസ് ടെക്നിക്സ് ആർ എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് ഇംപ്ലിമെന്റ് ടൈം ബൗണ്ട് പ്രോജക്ട്സ് ഇൻവോൾവിംഗ് പെർഫോമൻസ് ഓഫ് എ വെറൈറ്റി ഓഫ് കോംപ്ലക്സ്, ഡൈവേഴ്സ് ആൻഡ് ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. പരസ്പര ബന്ധിതമായ, കൂടിപ്പണഞ്ഞ് കിടക്കുന്ന വളരെ വിശാലമായ പല പ്രവർത്തനങ്ങളെയും പ്ലാൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കും. ബോത്ത് ആർ ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് അസിസ്റ്റിംഗ് ഇൻ പ്രോജക്റ്റ് കംപ്ലീഷൻ. വളരെ കൃത്യമായി ടൈം ബൗണ്ടഡ് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന
പ്രോജക്റ്റിലെല്ലാം ഇത് ഉപയോഗിക്കും. ഇങ്ങനെ കൃത്യമായിട്ടാണോ ചെയ്യുന്നത്? ദീസ് ടെക്നിക്സ് കോൺസെൻട്രേറ്റ് ഓൺ ടൈം ഷെഡ്യൂളിംഗ്, റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് എയിം അറ്റ് എഫക്റ്റീവ് പ്രോജക്റ്റ് എക്സിക്യൂഷൻ വിത്തിൻ ദ ടൈം ഫ്രെയിം ആൻഡ് കോസ്റ്റ്. കൃത്യമായി ടൈം ഫ്രെയിമിലും കോസ്റ്റിലും അത് ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം അവർ അലോക്കേറ്റ് ചെയ്യും. ഓരോ ഫ്രെയിമായിട്ട് അലോക്കേറ്റ് ചെയ്ത് അതിൻ്റെ കോസ്റ്റ് തീരുമാനിച്ച് അത് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡ് ആകുമ്പോൾ ഇച്ചിരി കൃത്യമായിട്ട് മനസ്സിലാവും. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ PERT ആൻഡ് CPM. ഓൾ ആക്ടിവിറ്റീസ് ആർ അറേഞ്ച് ഇൻ ലോജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൊത്തം എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടോ അതിനെ ഒരു ലോജിക്കൽ ഓർഡർ, ഇത് കഴിഞ്ഞിട്ട് അടുത്തത്, അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാം, അടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാം. നമ്മുടെ സിനിമയ്ക്കകത്തൊക്കെ ഓരോ സീൻസ് എഴുതി വെക്കുക എന്ന് പറയുന്ന പോലെ, ഇന്ന സീൻ കഴിഞ്ഞിട്ട് അടുത്ത സീൻ, അടുത്ത സീൻ കഴിഞ്ഞിട്ട് അടുത്ത സീൻ. നമ്മുടെ കൂട്ടുകാർക്കെല്ലാം എളുപ്പം അറിയാൻ വേണ്ടി പറയാം. നമ്മുടെ വീടുകളിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു ലോജിക്കൽ ഓർഡറിൽ ചെയ്യേണ്ട മുഴുവൻ ജോലികളെയും അറേഞ്ച് ചെയ്ത് വെക്കണം. അല്ലാതെ ചെയ്യുമ്പോൾ ചെയ്ത് പോട്ടെന്നല്ല, ചെയ്യുമ്പോൾ അന്നേരം നമുക്ക് നോക്കാവുന്നല്ല. വളരെ കൃത്യമായി ലോജിക്കലായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2, a network diagram is prepared to show the sequence of activities, the starting point and termination point of the project. കൃത്യമായി അതൊരു ഡയഗ്രാമാക്കി വെക്കുക. എന്നിട്ട് അതിനകത്ത് സീക്വൻഷ്യലി ഇന്ന പ്രോഗ്രാം ഫോളോ ചെയ്ത് ഇന്ന എന്ന് പറഞ്ഞ് കൃത്യമായി അത് എഴുതി ഡയഗ്രാം ആക്കി വയ്ക്കുക. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ഓരോന്നിനെയും ലോജിക്കൽ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തു, ചെറിയ ആക്ടിവിറ്റീസ് ആയിട്ട് അറേഞ്ച് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അതിനെ ഡയഗ്രാം ആക്കി. ഇനിയാണ് പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം. ദ ടൈം എസ്റ്റിമേറ്റ്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഓരോന്നും ചെയ്യാൻ എത്ര സമയം വേണമെന്ന് തീരുമാനിച്ചു. ഓരോന്നും ചെയ്യാൻ PERT റിക്വയർസ് ദ പ്രിപ്പറേഷൻ ഓഫ് 3 ടൈം എസ്റ്റിമേറ്റ്സ്. 3 രീതിയിലുള്ള ടൈം എസ്റ്റിമേറ്റ്സ് അവരുണ്ടാക്കുക എപ്പോഴും. 1, ഓപ്റ്റിമിസ്റ്റിക്, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വഴി, ഏറ്റവും ഷോർട്ടസ്റ്റ്, അതായത് ഷോർട്ടസ്റ്റ് ടൈം. 2, പെസിമിസ്റ്റിക്, ലോങ്ങസ്റ്റ് ടൈം, ഏറ്റവും കൂടുതൽ സമയം എടുത്താൽ ഇത് എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കും. 4, മോസ്റ്റ് ലൈക്ലി ടൈം, ആവറേജ് ഈ ഒരു സമയത്ത് കൊണ്ട് എങ്ങനെയായാലും ഇത് തീരും. പരിശ്രമിച്ചാൽ ഏറ്റവും ഷോർട്ടസ്റ്റ്, ഏറ്റവും ഉഴപ്പിയാൽ ഇത്രയും സമയം, ആവറേജ് സ്പീഡിൽ പെർഫോം ചെയ്താൽ ലോസ്റ്റ്. ഇൻ CPM only 1 time estimate is required, but CPM insists on having cost estimates for completion of the project. And 4th one, the longest path in the network is identified the critical path. ലോങ്ങസ്റ്റ് ടൈം എടുക്കുന്ന, പരമാവധി വന്നാൽ ഇത്രയും സമയം എടുക്കാൻ സാധ്യത എന്ന് മനസ്സിലാക്കുന്ന അതിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മേളറ്റം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വെച്ചുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് അങ്ങനെയുള്ള പാത്ത് ലോങ്ങസ്റ്റ് ടൈമിൽ പെസിമിസ്റ്റിക് എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പാത്താണ്. ആ ക്രിട്ടിക്കൽ പാത്ത്, ഓൾ ആക്ടിവിറ്റീസ് ഇൻ ദിസ് ക്രിട്ടിക്കൽ പാത്ത് ആർ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. എല്ലാം പ്രയാസമുള്ള, പ്രതിസന്ധിയുള്ള ആക്ടിവിറ്റീസ്. ക്രിട്ടിക്കൽ പാത്ത് റെപ്രസെന്റ് ദ സീക്വൻസ് ഓഫ് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ടൈംലി കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ്. വളരെ പ്രാധാന്യമാണ്. അവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നെല്ലാം ഉള്ള വളരെ കൃത്യമായ ഇവാലുവേഷൻ. എനി ഡിലേ ഇൻ ദ കംപ്ലീഷൻ ഓഫ് ദം വിൽ ഡിലേ ദ പ്രോജക്റ്റ് കംപ്ലീഷൻ. ഇവിടെ ഈ ക്രിട്ടിക്കൽ പാത്തിൽ ഏതെങ്കിലും ഇതിലുള്ള കംപ്ലീഷൻ പ്രോബ്ലം ഉണ്ടാവുകയാണ്, ഡിലേ ഉണ്ടാവുകയാണെങ്കിൽ പ്രോജക്റ്റിൻ്റെ കംപ്ലീഷനും പ്രശ്നമാകും. അടുത്തത് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളതേ ഉള്ളൂ, വലിയൊരു പ്രശ്നമല്ല. അതൊരു എക്സാമ്പിളാണ് പറയുന്നത്. പ്ലാൻ മേ ബി മോഡിഫൈഡ് ഫോർ പ്രോംപ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ടൈംലി കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ്. ഈ പ്ലാൻ മാറ്റിയെടുക്കാം. നമുക്ക് അതിൻ്റെ സ്പീഡിൽ വന്നു കഴിയുമ്പം അതിൻ്റെ പ്ലാൻ മാറ്റിയെടുത്ത് വേറെ രീതിയിൽ കൂടെ അത് ചെയ്യാനായിട്ട്. PERT ആൻഡ് CPM ആർ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ഏരിയാസ് ലൈക്ക് ഷിപ്പ് ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് എക്സെട്ര. നമ്മളൊരു പാത്ത് തിരഞ്ഞെടുത്തു, ഒരു പ്ലാൻ തിരഞ്ഞെടുത്തു, ആ പ്ലാനിനകത്ത് ഇച്ചിരി മോഡിഫൈ ചെയ്യാൻ പറ്റിയെങ്കിൽ ആ മോഡിഫൈ ചെയ്ത് പുതിയ എക്സിക്യൂഷനിലൂടെ പോകുന്നു. അന്നേരവും ലോജിക്കലി അറേഞ്ച് ചെയ്ത് സീക്വൻഷ്യലി അറേഞ്ച് ചെയ്തതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പം ഇതാണ് PERT ആൻഡ് CPM എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പം നമ്മുടെ സമയം ഏറെ ടൈം എടുത്തു എങ്കിലും നിങ്ങൾക്ക് പ്രാധാന്യം അറിയിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് ഇത് പറയുന്നത്. അടുത്ത മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം that provide information and support for effective managerial decision. മാനേജ്മെൻറ്റിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുക.
Management information system is an important communication tool for manager. Management information system is also serving as an important controlling techniques. Management information provides the required information to the managers at the right time so that appropriate corrective action may take in case of deviation from standard. ഇത്രയൊക്കെ വായിച്ച് കേൾക്കുമ്പം കൂട്ടുകാർക്ക് വളരെ സംശയമാണ്. ലാസ്റ്റിലത്തെ മാത്രം നോക്കി. മാനേജ് ഇൻഫർമേഷൻ പ്രൊവൈഡ്സ് റിക്വയർഡ് ഇൻഫർമേഷൻ ടു ദ മാനേജർ. റിക്വയർഡ് ആവശ്യമാകുന്ന ഇൻഫർമേഷൻ അതാത് സമയത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് തരും. എന്താ? സോ ദാറ്റ് ദ അപ്രോപ്രിയേറ്റ് കറക്റ്റീവ് ആക്ഷൻ മേ ടേക്ക്. അതാത് സമയത്ത് എടുക്കേണ്ട കൃത്യമായ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒരു ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ തരും. ഇൻ കേസ് ഓഫ് ഡീവിയേഷൻ ഫ്രം സ്റ്റാൻഡേർഡ്, മാറ്റിപ്പോകുന്നുവെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി, കൃത്യമാക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ തരും. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന കാര്യം പറയാം. നമ്മുടെ മൊബൈലിനകത്ത് ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗൂഗിൾ മീറ്റ് സെറ്റ് ചെയ്ത് നോക്കും. കൃത്യം അരമണിക്കൂർ മുമ്പ് അവർ നമുക്ക് ഇൻഫർമേഷൻ തരും. അരമണിക്കൂറിന് ശേഷം ഗൂഗിൾ മീറ്റ് ആരംഭിക്കാൻ പോകുന്നു. ഈ ഇൻഫർമേഷന് പറയുന്ന പേരാണ് മാനേജ് ഇൻഫർമേഷൻ സിസ്റ്റം. അതാത് സമയത്ത് ഇന്ന പ്രോജക്റ്റ് ചെയ്യണം. ആദ്യം നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതാത് സമയത്ത് ഇൻഫർമേഷൻ തന്നുകൊണ്ടേയിരിക്കും. ആ തന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഡിസിഷൻ എടുക്കാൻ പറ്റും. ഒരുപക്ഷെ നമ്മളത് അറിയുന്നില്ല. നല്ലപോലെ ഉറക്കത്തിൽ കിടക്കുമ്പോൾ നമ്മൾ അലാറം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മളറിയുന്നില്ല, നമ്മൾ ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയെന്ന് വരാം. പക്ഷേ നമ്മളെ കൃത്യമായി കമ്പ്യൂട്ടർ ബേസ് ചെയ്ത് നമ്മളെ അറിയിക്കുകയാണ് ഉണരാൻ സമയമായി എന്ന് പറയുന്നത് പോലെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അത് നമുക്ക് പറഞ്ഞു തരും. ആ സമയത്ത് നമുക്ക് അതിൻ്റെ അഡ്വാൻസ്മെൻറ്റിലേക്ക് പോകാനായിട്ടും വി ക്യാൻ ടേക്ക് റൈറ്റ് ഡിസിഷൻ, ഒരു കറക്റ്റ് കൺട്രോളിങ് ഡിസിഷൻ എടുത്തുകൊണ്ട് ഡീവിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പം ഇതിനകത്തും അതിൻ്റെ അഡ്വാൻറ്റേജസാണ് പറയുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, ഇതിനകത്തും അതിൻ്റെ അഡ്വാൻറ്റേജസാണ് പറയുന്നത്. എന്താണ്? മാനേജ്മെൻറ്റ് ഓഡിറ്റിനകത്തും മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്തും അതിൻ്റെ അഡ്വാൻറ്റേജസാണ് പറയുന്നത്. ബേസിക്കലി ഈ മൂന്നെണ്ണം, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഈ മൂന്നും കൂട്ടുകാർക്ക് യഥാർത്ഥത്തിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാനുള്ളതും. ചോദിക്കുകയാണ് മോഡേൺ ടെക്നിക്സിൽ ഏതെങ്കിലും 2-3 എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം എഴുതാൻ കഴിയുന്നത് ഇതാണ്. എന്നാൽ നിങ്ങൾക്ക് കൃത്യമായി പഠിക്കുകയും കൃത്യമായി വിലയിരുത്തി നല്ലതുപോലെ മനസ്സിലാക്കുകയും ചെയ്യാനും നിങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനം ചെയ്യുന്നത് മറ്റേത് 3 റേഷ്യോ അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, PERT ആൻഡ് CPM എന്ന് പറയുന്ന ടെക്നിക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജോടെ നോക്കിയേക്കാം. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ്. എല്ലാ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നു. ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ വിത്തിൻ വിച്ച് എ മാനേജർ വർക്ക്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അതിൻ്റെ എല്ലാം കൃത്യമായ ഇൻഫർമേഷൻ നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും, ക്വാണ്ടിറ്റി ഇംപ്രൂവ് ചെയ്യുന്നില്ല, കൃത്യ ക്വാളിറ്റിയിൽ അത് ഇംപ്രൂവ് ചെയ്യാനാണ്. ഇറ്റ് എൻഷുവേഴ്സ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഇൻ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജേഴ്സ് ആർ ഫ്രീ ഫ്രം ഇൻഫർമേഷൻ ഓവർലോഡ്. അതാത് സമയത്ത് ഇൻഫർമേഷൻ കിട്ടിയാൽ മതി എന്നുള്ളതുകൊണ്ട് വലിയ ഇൻഫർമേഷൻ ഒന്നും തലയ്ക്കകത്ത് കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നും മാനേജേഴ്സ് വരുന്നില്ല. ഇൻഫർമേഷൻ ഓവർലോഡൊന്നും വരില്ല. കൃത്യസമയത്ത് ഇൻഫർമേഷൻ വരുന്നു, അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയാകും. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് കളക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ എമംഗ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത് അതാത് സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൊടുക്കേണ്ട ഇൻഫർമേഷൻ കൊടുക്കേണ്ട സ്ഥലത്തേക്ക് കൊടുക്കും, അല്ലാതെ എല്ലാം കൂടെ കൈ സൂക്ഷിച്ച് വയ്ക്കുകയോ ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ സമയമെടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്, വീണ്ടും ആവർത്തിക്കുന്നു. പഠിക്കാൻ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.